ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. ദിസ് ഈസ് ക്ലാസ് 12 ഫിസിക്സ് ചാപ്റ്റർ 3 കറന്റ് ഇലക്ട്രിസിറ്റി ലെസൺ നമ്പർ 2. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഓംസ് ലോ, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ. Today we start by asking what is the origin of resistivity. In a layman's language, resistivity means opposition to the flow of current. Now, who is the reason behind this opposition? Now, the answer is very simple. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല. As they travel through the crystal, it keeps colliding with the atomic centers. അപ്പോൾ ഈ കൊളീഷൻ ആണ് റെസിസ്റ്റിവിറ്റിയുടെ കാരണം അല്ലെങ്കിൽ ഒറിജിൻ. Resistivity occurs due to the collision of electrons with the atomic centers. സ്വാഭാവികമായിട്ടും കൊളീഷൻസിന്റെ എണ്ണം കൂടിയാൽ മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി കൂടും. നമുക്ക് പരിചിതമായ ചില ഉദാഹരണങ്ങളുണ്ട്. വളരെ തിരക്ക് പിടിച്ച ഒരു തെരുവീതിയിൽ കൂടിയോ അല്ലെങ്കിൽ ഒരു ഉത്സവ മൈതാനത്തിൽ കൂടിയോ ഒക്കെ നമ്മൾ ഈ മൈതാനം മുറിച്ച് കടക്കണമെങ്കിൽ നമുക്ക് നേർരേഖയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. ഓരോരുത്തരെയും വഴിമാറുന്നതിന് വേണ്ടി ഇടത്തോട്ട് മാറി വലത്തോട്ട് മാറി ചിലപ്പോൾ പുറകോട്ടൊന്ന് നീങ്ങിയൊക്കെ മാറണം. ഈ വഴിമാറൽ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ആണ് കൊളീഷൻ. അപ്പോൾ ഇലക്ട്രോണിന്റെ യാത്രയും അങ്ങനെയാണ്. കൊളീഷൻസിന്റെ എണ്ണം കൂടിയാൽ അപ്പുറത്തെത്തുക എന്ന് പറയുന്നത് ശ്രമകരമായി തീരും, അഥവാ റെസിസ്റ്റിവിറ്റി കൂടും. Keep this in mind because in certain situations when you want to answer whether the resistivity is going to increase or decrease, you need to remember if the collision is going to increase, resistivity is going to increase. I'll give you an example. Use your common sense. What will happen if the temperature of a material increases? Normally, there are exceptions. When the temperature increases, electrons will move with greater speeds, and the atomic centers will begin to vibrate more vigorously. Naturally, speed, electron movement in the speed കൂടുന്നു. ഇവ ഇടിക്കപ്പെടേണ്ട അറ്റോമിക് സെന്റേഴ്സിന്റെ വൈബ്രേഷനും കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൊളീഷന്റെ എണ്ണം കൂടും. So the possibility is that if the temperature of a material increases, resistivity also increases. Okay. Now at this time we need to be familiar with certain terms. അത് ഒന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓർ ഡ്രിഫ്റ്റ് സ്പീഡ്. The average speed or velocity with which electrons drift through the solid in the presence of an electric field is called drift velocity. You should remember, drift is possible only in the presence of an electric field. So drift speed is 0 if the electric field is 0. Now some other terms. Thermal speed. It's a very simple idea. Between collisions, electrons travel in the speed. അതിനെയാണ് thermal speed എന്ന് വിളിക്കുക. It depends on the temperature. That is why it is called thermal speed. The temperature is more, thermal speed will be more. So what is thermal speed? It is the speed with which electrons travel between two successive collisions. The next is mean free path. Mean free path. ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത് കൊളീഷന്റെ ഇടയിലുള്ള യാത്രയാണ്. അതിനിടയിൽ ആരും ശല്യപ്പെടുത്തുന്നില്ല. ഒരു കൊളീഷൻ കഴിഞ്ഞാൽ അടുത്ത കൊളീഷൻ വരെ അത് ഫ്രീ ആണ് എന്ന് ചുരുക്കം. ആ യാത്രയുടെ നീളമാണ് മീൻ ഫ്രീ പാത്ത്. സോ മീൻ ഫ്രീ പാത്ത് ഈസ് ദി ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്. വാട്ട് ഈസ് ദ റിലാക്സേഷൻ ടൈം? പറഞ്ഞ പോലെ തന്നെ റിലാക്സ് ചെയ്യുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ഒരു ഇടി കിട്ടി അടുത്ത ഇടി വരെ ഇലക്ട്രോണിനെ റിലാക്സ് ചെയ്യാം. മീൻ ഫ്രീ പാത്ത് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം, മറ്റടുത്ത് പറഞ്ഞാൽ it is the time interval, time required to travel between two successive collisions. Average time interval between two successive collisions is called relaxation time. Now നമ്മൾ രണ്ട് സ്പീഡിനെ പറ്റി പറഞ്ഞു, തെർമൽ സ്പീഡും ഡ്രിഫ്റ്റ് സ്പീഡും. തെർമൽ സ്പീഡ് എല്ലായ്പ്പോഴും ഉണ്ട്, ഇലക്ട്രോൺസ് ആർ ഓൾവേസ് ഇൻ റാൻഡം മോഷൻ. പക്ഷെ ഡ്രിഫ്റ്റ് സ്പീഡ് ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളപ്പോൾ മാത്രമാണ്. How do they compare these values magnitude wise? The thermal speed is usually of the order of 10 raised to 5 meter per second. ഈ 10 raised to 5 meter per second എന്ന് പറയുന്നത് ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിലെ വാല്യൂ ആണ്.
What about the drift speed? ഒരു കോപ്പർ കണ്ടക്ടർ നമ്മൾ സാധാരണ രൂപത്തിലുള്ള ഒരു കോപ്പർ വയറിൽ കൂടി ഒരു 1 ആംപിയർ 2 ആംപിയർ അല്ലെങ്കിൽ 0.5 ആംപിയർ കറണ്ട് ഒക്കെ ഫ്ലോ ചെയ്യുമ്പോൾ അതിലെ ഡ്രിഫ്റ്റ് സ്പീഡിന്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുക 10⁻³ millimeter per second. That means 1 millimeter per second. Such a small velocity. നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ 1 millimeter per second എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്ട് 1 മീറ്റർ നീളമുള്ള ഏതാണ്ടല്ല 1 മീറ്റർ നീളമുള്ള നമ്മുടെ 1 മീറ്റർ സ്കെയിലിന്റെ നീളം അത്രയും ലെങ്ത് ഇലക്ട്രോണിന് ഡ്രിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് അബൌട്ട് 18 to 20 minutes എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എത്രയോ പതുക്കെയാണ് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. Now we want to connect between current, drift speed and relaxation time. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഈ കറന്റ് എന്ന് പറയുന്നത് ഒരു മാക്രോസ്കോപ്പിക് പാരാമീറ്റർ ആണ്. എന്നുവെച്ചാൽ നമ്മളുടെ സെൻസ് പെർസെപ്ഷൻസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്, നമുക്ക് മെഷറബിൾ. പക്ഷെ ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് പറയുന്നതും റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നതും ഒക്കെ അറ്റോമിക് ലെവലിലുള്ള മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് ആണ്. സ്വാഭാവികമായിട്ടും മൈക്രോസ്കോപ്പിക് ആണ് കറന്റ് എന്ന് പറയുന്ന മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയുടെ റീസൺ. അപ്പൊ ഇവ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുക. അവിടെ ഞാനൊരു ബബിളിനകത്ത് VD ബിക്കംസ് V എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി മുന്നോട്ടുള്ള നമ്മളുടെ ചർച്ചയിലും റൈറ്റിങ്ങിലും ഒക്കെ എഴുതാനും പറയാനുമുള്ള സൗകര്യത്തെ കരുതി നമ്മൾ ഈ VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഉദ്ദേശിക്കുക. അല്ലെ D എന്ന് പറയുന്ന സഫിക്സ് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സിമ്പിള് V ആണ്. ഈ VD എന്ന് പറയുകയും എഴുതുകയും വേണ്ട. V എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ഇനി നമ്മൾ അർത്ഥമാക്കുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു? കറന്റും ഡ്രിഫ്റ്റ് സ്പീഡും റിലാക്സേഷൻ ടൈമും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാം. നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടർ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തു. സോ ദാറ്റ് ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. വാട്ട് വിൽ ബി ദ ഫോഴ്സ് ഓൺ ഈച്ച് ഇലക്ട്രോൺ? Each electron will experience the force. Force on a charge is charge into electric field. So each electron will experience a force E into E. So there is a minus sign. It is only because force on the electron is opposite to the direction of the electric field. So electrons will experience an acceleration. What is acceleration? By Newton's second law, acceleration F is equal to m into a, or acceleration A is equal to F by m. So minus E divided by m, where m is the mass of the electron. Now, നമ്മൾ ഒരു സിസ്റ്റം എടുത്താൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒരു 1 gram കോപ്പർ എടുത്താൽ പോലും മിനിമം 10⁻22 ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിൽ ഒരുപാട് ഇലക്ട്രോണുകളുണ്ട്. അതിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ ith ഇലക്ട്രോണിനെ ഒന്ന് പരിഗണിക്കുക. എട്ടാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് പകരം ith ഇലക്ട്രോൺ, എ ജനറൽ നൊട്ടേഷൻ. ഈ ith ഇലക്ട്രോൺ ഒരു കൊളീഷന് ശേഷം റീബൗണ്ട് ചെയ്യുന്ന സ്പീഡ് ui ആണ് എന്ന് കരുതുക. ui is the speed of the electron or velocity of the electron immediately of the ith electron immediately after a collision. അങ്ങനെയാണ് ti ടൈം കഴിയുമ്പോൾ ഇതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? വെലോസിറ്റി at any arbitrary time ti after it makes the previous collision. You can use the equation V is equal to U plus AT. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുക. VI is equal to UI plus A into T ആണത്. എക്ക് പകരം ആക്സിലറേഷന് പകരം മൈനസ് EE by m into TI, I for the ith ഇലക്ട്രോൺ. ഇതൊരു ഇലക്ട്രോണിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ കാര്യമാണ്. Now many particle സിസ്റ്റത്തിൽ നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് എടുക്കണം. അതായത് സിസ്റ്റത്തിലെ നമ്മുടെ കണ്ടക്ടറിലെ ഇലക്ട്രോണുകളുടെ ആവറേജ് സ്പീഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ആ സ്പീഡിന് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സമയത്ത് കണ്ടക്ടറിലെ ഇലക്ട്രോണുകളുടെ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് സ്പീഡ്. So if you take the average of this quantity, you will get the drift speed, drift velocity of the electrons. അപ്പോൾ VI യുടെ ആവറേജ് എടുത്താൽ ഡ്രിഫ്റ്റ് സ്പീഡ് കിട്ടും. അതിന് നമ്മൾ വലതുവശത്തുള്ള ക്വാണ്ടിറ്റീസിന്റെ ആവറേജ് എടുത്താൽ മതി. So let's do that. So V is equal to, അപ്പോൾ ഞാൻ ആവറേജ് എടുത്തതിനെ V എന്ന് വിളിക്കാം, ഡ്രിഫ്റ്റ് സ്പീഡ് എന്ന് വിളിക്കാം. UI average means what?
ഓരോ എല്ലാ ഇലക്ട്രോണുകളുടെയും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കൊളീഷനിൽ റീബൗണ്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ ആവറേജ് ആണ് UI ആവറേജ്. രണ്ടാമത്തെ ടേമിൽ EE/m, അത് ആവറേജ് ചെയ്യുന്നതിൽ അർത്ഥമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അവിടെ വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി TI മാത്രമാണ്. UIയുടെ ആവറേജ് എന്ത് കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. UI എന്താന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇലക്ട്രോൺസ് റീബൗണ്ട് ചെയ്യുന്ന സ്പീഡ്. അവ എല്ലാ ഇലക്ട്രോണിന്റെയും കൂടെ ആവറേജ് ചെയ്താൽ എന്ത് കിട്ടും? See, this collisions are random. ഓരോ ഇലക്ട്രോണുകളും തട്ടിത്തെറിക്കുന്നത് ഡിഫറെന്റ് ഡയറക്ഷനിലാണ്. There is no preferred direction. ഇലക്ട്രോൺ നമ്പർ 10 ഇങ്ങോട്ട് പോയാൽ ഇലക്ട്രോൺ നമ്പർ 24 ഓപ്പോസിറ്റ് ആവാം. 1014 ഇലക്ട്രോൺ മുകളിലേക്കാണെങ്കിൽ 237 ഇലക്ട്രോൺ താഴത്തേക്കാകും. So when you average this velocity over a large number of electrons, average will become 0. ഏത് ഇലക്ട്രോണിന്റെ വെലോസിറ്റി ക്യാൻസൽ ചെയ്യാനോ മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാവും. So UI average is going to be 0. What is TI average? TI എന്താണെന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊളീഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരെയുള്ള സമയമാണ്. ഇത് ചില ഇലക്ട്രോണിന് 1 സെക്കൻഡ് ആയിരിക്കും. ഞാൻ ഈ 1, 2 എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. ദിസ് ഹാപ്പൻസ് ഓവർ മൈക്രോ സെക്കൻഡ്സ്, 10⁻⁻⁶ സെക്കൻഡ്സ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ, ഒന്നാമത്തെ ഇലക്ട്രോൺ കഴിഞ്ഞ കൊളീഷൻ കഴിഞ്ഞിട്ട് 1 സെക്കൻഡായി, രണ്ടാമത്തെ 2 സെക്കൻഡായി, മൂന്നാമത്തെ 3 സെക്കൻഡായി, ആൻഡ് സോ ഓൺ. ദിസ് ടൈം വേരീസ്. ഓരോ ഇലക്ട്രോണിനും ഓരോന്നാണ്. പരമാവധി എത്ര വരെ ആകാം? അടുത്ത കൊളീഷൻ വരെയുള്ള സമയമാകാം. അപ്പൊ ഈ TIയുടെ ആവറേജ് എടുത്താൽ കിട്ടാൻ പോവുക അതെന്തായിരിക്കും? കൊളീഷൻ ഇടയ്ക്ക് കിട്ടുന്ന ഇലക്ട്രോണിന് കിട്ടുന്ന ആവറേജ് ടൈം ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിലാക്സേഷൻ ടൈം. വി റെപ്രസെന്റഡ് ഇറ്റ് ബൈ ദ സിമ്പിൾ ടോ. ടോ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എഴുതിയത്. So UI average is 0, TI average is relaxation time. So we get the drift velocity V is equal to E into E, capital E, divided by M into tau. In the scalar formula we can call it, instead of drift velocity, you can call it drift speed. So drift speed of electrons in the presence of electric field E is equal to E into E divided by M into tau. ആ റിലേഷൻ മീനിങ് ഫുൾ ആണ്. നമുക്ക് ആ ഒരു ബിഹേവിയർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാസ് കൂടുമ്പോൾ മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, മാസ് ഓഫ് ദ പാർട്ടിക്കിൾ, ഇലക്ട്രോണിന്റെ മാസ് നമുക്കറിയാം, നമ്മളൊരു അയോൺ എന്ന് അസ്യൂം ചെയ്യാം. മാസ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടിയാൽ ഡ്രിഫ്റ്റ് സ്പീഡ് കുറയും. ഇലക്ട്രോണിന്റെ ചാർജ് കൂടിയാൽ ഫോഴ്സ് കൂടും. ഫോഴ്സ് കൂടുമ്പോൾ സ്പീഡ് കൂടും. ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുമ്പോൾ ഫോഴ്സ് കൂടും, അപ്പോഴും ഡ്രിഫ്റ്റ് സ്പീഡ് കൂടും. സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് സ്പീഡ് ആൻഡ് റിലാക്സേഷൻ ടൈം. ഇത് രണ്ടും നമ്മൾ പറഞ്ഞ അറ്റോമിക് ലെവലിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്, V and tau. Now we want to relate this to current. കറന്റുമായിട്ട് ഇത് സ്പീഡ് എങ്ങനെയാണ് റിലേറ്റഡ് എന്ന് കാണാം. സോറി, നമ്മളൊരു സിലിണ്ടറിക്കൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു. ക്രോസ് സെക്ഷണൽ ഏരിയ A. 2 ഇലക്ട്രോണിനെ അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. We are considering a point P, a section at point P. Now all these electrons are traveling to the right. Now think of all those electrons which are now at point P. All those electrons which are now at point P. After time delta t, where will they be? They will advance by a distance V into delta t, because V is the average speed of the electrons over a time interval delta t. All electrons which are now at point P will advance by a distance V into delta t. ആ പോയിന്റിനെ ഞാൻ Q എന്ന് എഴുതി. So length PQ, that is also called delta x, will be equal to V delta t. Now think like this. Delta t time കൊണ്ട് പോയിന്റ് P ക്രോസ് ചെയ്ത ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? The number of electrons which cross point P during a time interval delta t, that will be equal to all those electrons which are contained in this cylindrical area PQ. V delta t length ഉള്ള PQ length ഉള്ള ഈ സിലിണ്ടറിക്കൽ വോളിയത്തിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഡെൽറ്റ ടി ടൈം കൊണ്ട് പോയിന്റ് P ക്രോസ് ചെയ്തത്. Number of electrons crossing point P in time interval delta t
is equal to all those electrons in this volume A delta x. നമ്മൾ ഇതുപോലുള്ള എല്ലാ ഡിസ്കഷനിലും ഒരു നമ്പർ ഡെൻസിറ്റിയെ പറ്റി പറയാം. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയം ആണ്. നമ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം, n എന്നാണ് അതിനെ വിളിക്കുക. ഈ n നമുക്ക് അറിയാമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വോളിയത്തിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? നമ്പർ പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം. So that is the next step. Number of electrons in this volume is equal to number density of electrons into volume of this cylindrical section. The electron എണ്ണമാണ്. Now what is the amount of charge? ഈ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജിന്റെ അളവ് എന്താണ്? അതിന് ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഈ എണ്ണത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. So amount of charge crossing point P over time interval delta t is equal to charge of all those electrons here, that is equal to n into E into A into V into delta t. Ne ആണ് ഇലക്ട്രോണുകളുടെ ചാർജ്. So what we got now is the total number of charges crossing point P over time interval delta t. How will you get the current? This happened over a time interval delta t. So delta Q by delta t is the current, and that becomes I is equal to NEAV. That's a fundamental expression you should remember. I is equal to NEAV. So we now have connected current with the drift speed. If you know the current, you can calculate, you can write current density. Current density is current per unit area. In area കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. So current density J is equal to NEV. Now we can substitute velocity, drift velocity, by the equation EE divided by m into tau. So then J becomes NE square tau by m into E. ഇത് ഓംസ് ലോയുടെ ഫോം ആണ് എന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓംസ് ലോ നമ്മൾ എഴുതിയ ഒരു ഫോമാണ് J is equal to sigma E, where sigma is the conductivity. So what comes in place of conductivity? The quantity in this bracket. So conductivity of a material now is equal to NE square tau by m. Number density, electronic charge, tau relaxation time, m mass of the electron. Now let's define another quantity, another term called mobility. What do you actually mean by mobility? Charges, free charge electrons neയാണ് mobile charge carriers എന്ന് നമ്മൾ വിളിച്ചു. അപ്പോൾ മൊബൈൽ ആണ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് മൊബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ ആകണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. ചെറിയൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ മൂവ് ചെയ്യുമെങ്കിൽ അവയുടെ മൊബിലിറ്റി കൂടുതലാണ് എന്ന് പറയാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ മൊബിലിറ്റി ഡിഫൈൻ ചെയ്യാം? Drift speed per unit electric field. Magnitude of the drift velocity per electric field is called mobility, usually represented by the symbol mu. നമ്മൾ വെലോസിറ്റിയുടെ drift speedന്റെ equation ഉപയോഗിച്ചാൽ mobility becomes E tau divided by m. Relaxation time കൂടുമ്പോൾ mobility കൂടും. Relaxation time കൂടുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് കൂടുതൽ സമയം സഞ്ചരിക്കാൻ പറ്റുന്നു എന്നർത്ഥം. കൊളീഷൻ കുറഞ്ഞു എന്നൊരർത്ഥം ഉണ്ടാവും. അപ്പോൾ മൊബിലിറ്റി കൂടും. മാസ് കൂടുമ്പോൾ ഇനർഷ്യ കൂടും. സ്വാഭാവികമായിട്ട് മൊബിലിറ്റി കുറയും. Now at this point I suggest you two examples. These are worked out examples in your NCERT text, page number 99 and 100. Even though worked out, you should spend some time on these two exercises. Those are very good conceptual problems. Spend some time on these two problems. You can pause the video right now and go through them, or after the listening to the complete video, ഈ രണ്ട് എക്സസൈസ് സമയമെടുത്ത് മനസ്സിലാക്കുകയും നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് അത് എഴുതുകയും ചെയ്യുക. This is an interesting question. നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരേണ്ട ഒരു ചോദ്യം. ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് സ്പീഡിനെ പറ്റി തെർമൽ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഡ്രിഫ്റ്റ് സ്പീഡ് വളരെ വളരെ ചെറുതാണ്, of the order of 1 millimeter per second എന്ന് പറയും. സാധാരണ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു കറന്റ് വാല്യൂ എടുക്കുമ്പോൾ ഡ്രിഫ്റ്റ് സ്പീഡ്
1 millimeter per second മാത്രമാണ്. എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ സ്കെയിലിൽ മില്ലിമീറ്റർ നിങ്ങൾക്ക് അറിയാമല്ലോ. നേരത്തെ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. 1 മീറ്റർ നീളം, 1 മീറ്റർ സ്കെയിലിന്റെ നീളം പോകാൻ 18 മിനിറ്റ് സമയം. 18 മിനിറ്റ്. സോ ദ വെലോസിറ്റി ഈസ് വെരി സ്മോൾ. പക്ഷെ നമുക്കറിയാം, നമ്മളൊരു ഇലക്ട്രിക് ബൾബ്, ടോർച്ചോ നിങ്ങളുടെ വീട്ടിൽ സ്വിച്ച് ഇട്ടാൽ ഇടുന്ന നിമിഷം ബൾബ് തെളിയും. ദർ ഇസ് നോ അപ്പാരന്റ് ടൈം ഡിലേ ബിറ്റ്വീൻ ദിസ് ടു. അപ്പൊ അതെന്തുകൊണ്ടാണ്? കറണ്ടിന്റെ സ്പീഡ് ഇത്രയും കുറവാണ്, ഡ്രിഫ്റ്റ് സ്പീഡ് ഇത്രയും കുറവാണെങ്കിലും why does it happen so? Why the bulb glows immediately the moment you put on the switch? Now ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഇത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം വരയ്ക്കുന്ന ഒരു ഡയഗ്രം ആണ്. ഇത് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ടു ദ സ്കെയിൽ ഡയഗ്രം ആണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു സർക്യൂട്ട്, ബാറ്ററിയും ബൾബ് ഉള്ള ഒരു സർക്യൂട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കീ ഉണ്ട്. കീ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിന്റെ പീസാണ്. ആ പീസ് കൊണ്ട് ഇവിടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ദ സർക്യൂട്ട് ബിക്കംസ് ക്ലോസ്ഡ് സർക്യൂട്ട്. ഇതൊരു ഓപ്പൺ സർക്യൂട്ടാണ്. ഈ ചുവന്ന ഡോട്ടുകൾ സൂചിപ്പിക്കുന്ന ഇലക്ട്രോണുകളാണ്. 10⁻22 ഇലക്ട്രോണിൽ ഞാൻ ആകെ കാണിച്ചിരിക്കുന്ന ഒരു 70-80 ഇലക്ട്രോണുകളെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വരച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ കറണ്ട് ഫ്ലോ ഒന്നുമില്ല. Now what happens when you put on the switch? A gap conductor ഉപയോഗിച്ച് ക്ലോസ് ചെയ്താൽ എന്ത് പറ്റും? The moment you close the gap, an electric field is established. Where? All throughout the length of the conductor, everywhere in the conductor, between the electrolyte in the battery and also through the filament of the bulb, which is also a conductor. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലോക്കലി എല്ലായിടത്തും പ്രസന്റ് ആണ്. എവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ അവിടെയുള്ള എല്ലാ ഇലക്ട്രോണിലും ഫോഴ്സ് ഉണ്ട്. എവിടെ ഫോഴ്സ് ഉണ്ടോ ആക്സലറേഷന് താമസമൊന്നുമില്ല. ഫോഴ്സ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആക്സലറേഷനും ഉണ്ട്. വാട്ട് ഐ ആം സജസ്റ്റിംഗ് ഈസ്, ഞാൻ 1-18-53 നമ്പർ കണ്ടു. ഞാൻ ഈ ഇലക്ട്രോണിനെ ഒന്ന് പേര് വിളിച്ചാണ്. ഈ ഇലക്ട്രോണിനെ നമ്പർ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്പർ 18 എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്പർ 53 എന്ന് വിളിക്കുന്നു. ദർ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഹിയർ ഇ. ദ സെയിം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഹിയർ ഇ. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ ഇന്ന കണ്ടക്ടർ ദ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. ഇവിടെയും ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെയും ഉണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന നിമിഷം ദ ഇലക്ട്രോൺ വിൽ ഡ്രിഫ്റ്റ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. ഇനി വേറൊരു രീതിയിൽ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച 1ാമത്തെ ഇലക്ട്രോണും 18ാമത്തെ ഇലക്ട്രോണും മൂവ് ചെയ്യുന്നത് ഒരുമിച്ച് തന്നെയാണ്. ഇവയ്ക്കിടയിൽ ഒരു താമസത്തിന്റെ ആവശ്യമില്ല. അതർവൈസ് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദിസ്. What does a battery do? Battery pushes electrons continuously from the negative terminal to the external circuit, receives it at the positive terminal, and the flow is continuous. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോണുകളെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസിനെയാണല്ലോ നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ 1ാമത്തെ ഇലക്ട്രോണിനെ ബാറ്ററി പുഷ് ചെയ്താൽ at the same time the electron number 18 is pushed into the coil of into the filament of the bulb. At the same time electron number 53 is pushed to the left, and so on. So 1, 18, 53, and all these electrons start their movement together. So there is no time delay. ഇനി actually speaking ഒരു ടൈം ഡിലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, ഏത് കമ്മ്യൂണിക്കേഷനും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ലൈറ്റിന്റെ സ്പീഡ് നമുക്കറിയാം, എനോർമസ്ലി ലാർജ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ കിലോമീറ്ററുകൾ നീളം പോലും ലൈറ്റ് ട്രാവൽ ചെയ്യാനുള്ള സമയം നമുക്ക് മെഷറബിൾ അല്ല. സോ തിയററ്റിക്കലി സ്പീക്കിംഗ് ദർ മേ ബി എ ടൈം ഡിലേ, and that time delay is equal to the time light takes to travel or establish time light takes to travel over a distance. അത് പ്രായോഗികമായിട്ട് നമുക്ക് യാതൊരു ടൈം ഡിലേയും ഉണ്ടാക്കില്ല എന്ന് ചുരുക്കം. മറ്റൊരു നമ്മുടെ ഡേ ടു ഡേ എക്സാമ്പിൾ ചിന്തിച്ചാൽ, നമ്മളൊരു വാട്ടർ ടാപ്പ് തുറക്കുമ്പോൾ വീട്ടിലെയോ സ്കൂളിലെയോ അല്ലെ മുനിസിപ്പൽ കണക്ഷനോ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ the moment you open the tap you will get water flow. അതിന് വാട്ടർ ടാങ്കിൽ നിന്ന് വാട്ടർ പുറപ്പെടണ്ട, അവിടുത്തെ വെള്ളം പിന്നെ എത്തുക. അതിന് വേണ്ടത് ഒരു പ്രഷർ ഹെഡ് മാത്രമാണ്. നമ്മൾ തുറക്കുന്ന ടാപ്പിന്റെ മുകളിൽ അവിടെ ഇരിക്കുന്ന വെള്ളത്തിൽ if there is a pressure head you will get a flow immediately. ഇലക്ട്രോണിൽ നമ്മൾ ഈ ഇലക്ട്രിസിറ്റിയിൽ ഇതിനൊരു അനാലജി പറഞ്ഞാൽ, ഫ്ലൂയിഡ് ഫ്ലോയിൽ പ്രഷർ ഹെഡിന് സമാനമാണ് ഇലക്ട്രോൺ ഫ്ലോയിൽ ഇലക്ട്രിക് കറണ്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ഹെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ വോൾട്ടേജ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ immediately a flow is resulted. Now let's come to a different discussion, that is about limitations of Ohms law. നമ്മൾ Ohms law, it is not a universal law.
അത് ഓംസ് ലോയുടെ ഒരു കുഴപ്പമൊന്നുമല്ല, എങ്കിലും ഓംസ് ലോയുടെ ഒരു പരിമിതി എന്നുള്ള രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. All materials do not obey Ohm's law. All devices do not obey Ohm's law. What are the kind of variations we see from Ohm's law? അതാണ് നമ്മൾ ചർച്ച ചെയ്യുക. 3 തരത്തിലുള്ള ഡീവിയേഷൻസ് ആണ് പറയുക. ഒന്ന്, V, potential difference ceases to be proportional to I. ceases എന്ന് പറഞ്ഞാൽ അവസാനിക്കുക എന്നാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറന്റിന് പ്രൊപ്പോർഷണൽ ആകുന്നത് അവസാനിക്കും. എപ്പോ? കറന്റിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ. ഈ ഗ്രാഫിൽ ഈ ഡോട്ടഡ് ലൈൻ സൂചിപ്പിക്കുന്ന ഒരു ഐഡിയൽ ഓംസ് ലോ ബിഹേവിയർ ആണ്. V proportional to I, you get a straight line graph. Now most of the materials, conductors, real conductors, ഓംസ് ലോ ബിഹേവിയർ അല്ല, ഇവിടെ ആക്ച്വൽ VI ഗ്രാഫ് ഈ കാണിച്ചിരിക്കുന്ന സോളിഡ് ലൈൻ പോലെയാണ്. V proportional to I until a value of current. After that the linear relationship is lost. Above this value of current, V is not proportional to I. ഇതിന്റെ കാരണം പിന്നീട് ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകാം. കറന്റ് കൂടുന്നതനുസരിച്ചിട്ട് മെറ്റീരിയലിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും. അപ്പൊ ആദ്യമുള്ള റെസിസ്റ്റിവിറ്റി അല്ല, റെസിസ്റ്റൻസ് അല്ല, കുറച്ച് കഴിയുമ്പോൾ ബിക്കംസ് എ ഡിഫറെന്റ് കോൺസ്റ്റന്റ്. അതുകൊണ്ടാണ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഓംസ് ലോയിൽ നമ്മൾ പറയുക അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ V പ്രൊപ്പോർഷണൽ ടു I. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം കറന്റിന്റെ വാല്യൂ കൂടുന്നതുകൊണ്ടാണ്. സോ ഫസ്റ്റ് കൈൻഡ് ഓഫ് വേരിയേഷൻ ഫ്രം ഓംസ് ലോ ഇസ് V stops to be proportional to I. Now the second kind of variation, B. Relation between V and I, voltage and current, depends on the sign of V. എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അതിന് ഇത് കാണിക്കുന്ന ഒരു ഡിവൈസിന്റെ ഉദാഹരണമാണ് ഡയോഡ്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഡയോഡ് എന്താണ് എന്ന് നിങ്ങൾക്ക് പരിചയമില്ല. Towards the end of this academic year, the last chapter, semiconductor physics, we will discuss in detail about diode. ഈ ഡയോഡിന്റെ പ്രത്യേകത, ഒരു ഡയോഡിനെ അവിടെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്, P എന്ന. അങ്ങനെയാണ് ഡയോഡിനെ പറയുക. ഒരു സൈഡിനെ P എന്ന് വിളിച്ചു, മറ്റേ സൈഡിനെ N എന്ന് വിളിച്ചു. P for positive, N for negative. ഇത് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് അല്ല എന്ന് കാണാം. എന്ന് മാത്രമല്ല പ്രത്യേകത, ഈ പൊട്ടൻഷ്യലിന്റെ സൈൻ റിവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എനിക്ക് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഈ P സൈഡിനെ പോസിറ്റീവായിട്ടും N സൈഡിനെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യാം. ഇഫ് ഐ ഡു ദാറ്റ്, IV ഗ്രാഫിന്റെ ബിഹേവിയർ ഈ കാണുന്ന പോലെയാണ്. I ആദ്യം വളരെ പതിയെ ഇൻക്രീസ് ചെയ്യും, and after a stage I rapidly increases with V. ഇതും ലീനിയർ അല്ല. Now ഈ കണക്ഷൻ നമ്മൾ മാറ്റിയിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ഈ ഡയോഡിന്റെ N എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന എൻഡിലേക്കും നെഗറ്റീവ് P എന്ന് പറയുന്ന സൈഡിലേക്കും കണക്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് സൈൻ ഓഫ് V, പൊട്ടൻഷ്യലിന്റെ സൈൻ മാറ്റി എന്ന് പറഞ്ഞ അർത്ഥം. ഇപ്പോ കറന്റ് അങ്ങനെ പെട്ടെന്നൊന്നും ഇൻക്രീസ് ചെയ്യില്ല. കറന്റ് ഈസ് വെരി സ്മോൾ, വെരി സ്മോൾ കറന്റ്, ആൻഡ് ദ ബിഹേവിയർ ഈസ് ഡിഫറെന്റ്. അപ്പൊ നമ്മള് മെറ്റൽ വയർ അങ്ങനെയല്ല നമുക്കറിയാം. നമ്മളൊരു കോപ്പർ വയർ എടുത്തിട്ട് AB എന്ന് തന്നെ വിളിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് കടത്തി വിട്ടാലും, അതായത് A പോസിറ്റീവ് B നെഗറ്റീവ് ആക്കിയാലും, ബിയിൽ നിന്ന് എയിലേക്ക് കറണ്ട് കടത്തി വിട്ടാലും B പോസിറ്റീവ് A നെഗറ്റീവ് എന്ന് വിചാരിക്കുക, റെസിസ്റ്റൻസിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, IV ഗ്രാഫിന് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഡയോഡിന് എങ്ങനെയല്ല. അപ്പൊ ഇത് ഓംസ് ലോയുടെ ഒരു വലിയ ലിമിറ്റേഷൻ എന്ന് അങ്ങനെ പറഞ്ഞ് പഠിച്ചു വെക്കരുത്. ലിമിറ്റേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ. കാരണം ഈ ഡയോഡ് നമ്മൾ ഉണ്ടാക്കിയത് ഓംസ് ലോ ഒബേ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണ്. ഡയോഡ് ഓംസ് ലോ ഒബേ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഡയോഡ് എന്ന് പറയുന്ന ഡിവൈസിന് യാതൊരു പ്രസക്തി ഇല്ലാതെ പോകും. ഇങ്ങനെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഡയോഡ് ഉണ്ടാക്കിയത് എന്ന് ഓർക്കുക. അപ്പോൾ ഈ VI റിലേഷൻഷിപ്പ് ഓംസ് ലോ പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോ അല്ല, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ഓർക്കണം എന്ന് മാത്രം. Now there is a third kind of deviation from Ohm's law. That is, relation between V and I is not unique. അതിനൊരു എക്സാമ്പിൾ ആണ് ഗാലിയം ആർസനൈഡ്. ഇത് ഒരു സെമികണ്ടക്ടർ മെറ്റീരിയലാണ്. ഈ ഗാലിയം ആർസനൈഡിൽ കൂടി കറണ്ട് കടത്തിവിട്ട് കറന്റ് വോൾട്ടേജ് ഗ്രാഫ് വരച്ചാൽ കിട്ടുന്നത് എങ്ങനെ എന്നിവിടെ വരച്ചിട്ടുണ്ട്. Now look at this particular value of current. For this value of current, the voltage may be this, or it could be this also. So for a
one value of current, two values of voltages are possible. For a single value of current, you can have two values of voltage or potential difference. That is the meaning. VI relationship is not unique. Ohm's law obey cheyyatha materials devices we generally call them non-ohmic devices or non-ohmic materials. Examples are semiconductor devices like diode, transistor, gallium arsenide, etc. Now let's summarize what we discussed so far. We started by asking what is the origin of resistivity, and the answer is collision of electrons with atomic centers is the reason for resistivity. We defined the drift speed, which is the average speed with which electrons travel through the solid in the presence of an electric field. What is thermal speed? It is the speed with which electrons travel between two successive collisions. Mean free path is the average distance between two successive collisions. And the relaxation time is the time interval the electron gets between two successive collisions. Mobility is the ratio of drift velocity to electric field. Drift speed per electric field is called mobility. We got three relations. Relation between drift speed and relaxation time, V is equal to E by M into tau. We related current with the drift speed, I is equal to NEAV. We have sigma, conductivity is equal to NE square tau divided by M. And towards the last stage, we discussed the limitations of Ohm's law. Three kinds of variations from Ohm's law are generally observed, and we had a mention about non-ohmic devices or materials like diode and transistors. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പിരിയാം. അടുത്ത ക്ലാസ് ലെസൺ നമ്പർ 3 അടുത്ത ആഴ്ച വീണ്ടും കാണാം.